അപ്പോഴേ നമ്മുടെ പിള്ളേരുടെ സ്കൂളൊക്കെ തുറന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങും കൂടെ ഒന്ന് കണ്ടാലോ. നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ ബുക്കും പുസ്തകമൊക്കെ വാങ്ങിക്കണമല്ലോ. എന്നാലല്ല അടുത്ത വർഷത്തേക്ക് പറ്റും. അപ്പോൾ പുനലൂർ ഒരു കടയുണ്ട്, നല്ല വിലക്കുറവാണെന്നും പറഞ്ഞ് അങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ ഒരു ബുക്ക് മേടിക്കുമ്പോൾ ഒരു ബുക്ക് ഫ്രീ ആയിരുന്നു. ക്ലാസ്മേറ്റിൻ്റെ ബുക്കായിരുന്നു കേട്ടോ. അങ്ങനെ ബുക്കും മേടിച്ച് ആബിദിന് ബാഗും മേടിച്ചു കേട്ടോ. മറിയത്തിന് അവിടുത്തെ ബാഗൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങ് മുഖം തിരിച്ചങ്ങ് നിന്ന് കേട്ടോ. പിന്നെ ഞാൻ പത്തനാപുരത്ത് നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോരുന്നു. പിന്നെ നമ്മൾ അവിടെ ഒരു ചെരുപ്പ് കടയിൽ കയറി പിള്ളേർക്ക് രണ്ടുപേർക്കും സ്കൂൾ ഷൂ മേടിച്ചു. കാരണം പിള്ളേർ വളരുന്നത് കാലുകൊണ്ടാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷത്തെ ചെരുപ്പൊന്നും പാകമാകുന്നില്ലായിരുന്നു. അപ്പോൾ രണ്ടുപേർക്ക് ഷൂ മേടിച്ച് നല്ല വിലക്കുറവുണ്ടായിരുന്നു ആ കടയിൽ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പുനലൂർ ഇമ്പീരിയൽ കയറി. ഇത് ചിക്കൻ ലെഗ് എന്ന് പറയുന്ന ഒരു സ്നാക്സാണ്. മുട്ട പപ്സിന് പകരം പപ്സിനകത്ത് ചിക്കൻ്റെ ലെഗ് വെച്ചേക്കുന്ന അത്യാവശ്യം തിരക്കേടില്ലായിരുന്നു. പിന്നെ ഭയങ്കര ലാഗായിരുന്നു ആ കടയിൽ കേട്ടോ. പിന്നെ അവിടെ നിന്ന് അതും കഴിച്ച് നാരങ്ങ വെള്ളവും കുടിച്ചിട്ട് നമ്മൾ പുനലൂരാണെങ്കിൽ തൂക്കുമിൽ പേപ്പർ മില്ലിൻ്റെ എന്തുമായിരുന്നു തൂക്കുപാല ആ സംഭവത്തിൻ്റെ അവിടെ വന്ന് ബസ് കയറാൻ നിൽക്കുമായിരുന്നു കേട്ടോ. ബസ് കയറാൻ നിന്നപ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേനും അത്യാവശ്യം നല്ല ഇരുട്ടി 7 മണിയൊക്കെ ആയി കേട്ടോ. അതാണ് ഇരുട്ട്. ഞാനും പിള്ളേരും മാത്രമേ പോകുള്ളൂ. ബസ്സിനാണ് വന്നത്. പിന്നെ പിറ്റേന്ന് രാവിലെ വന്ന് സ്കൂളിൽ വന്ന് മറിയത്തിനുള്ള പുസ്തകമൊക്കെ വാങ്ങിച്ചു. ആബിദിൻ്റെ പുസ്തകം പിന്നെ പഴയവരുടെ നിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആബിദിനുള്ള യൂണിഫോം തയ്ച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം തൊട്ട് അവർക്ക് സ്കൂൾ യൂണിഫോം മാറ്റമാണ്. അപ്പോൾ അതും വാങ്ങിച്ചു. എന്നിട്ട് വൈകിട്ട് വന്ന് ആ മറിയത്തിനെ കൊണ്ട് പോയി നമ്മൾ പത്തനാപുരം കട മൊത്തം തിരഞ്ഞു മേടിച്ച് ഒരു അലിക്കുലത്ത് ബാഗ് മറിയം മേടിച്ചിട്ടുണ്ട്. പിന്നെ മറിയത്തിൻ്റെ ഇഷ്ടം വലിയ വിലയും കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങ് എടുത്തോളാം. അങ്ങനെ സർപ്രൈസായിട്ട് തിരിച്ചു വന്നപ്പോഴാണ് മറിയത്തിൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഗൾഫിലായിരുന്നു 2 മാസം വെക്കേഷന് പോയത്. അവർ കുറേ ചോക്ലേറ്റും മിഠായും ബോയും ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റിനല്ല താങ്ക് യു.